ഒരേ ടൈപ്പ് മരം. പശു നിൽക്കുന്നതിൻ്റെയാണ് സൗണ്ട് കേൾക്കണേ. മണി ഇന്നത്തല്ലോ ഔട്ട് സൈഡല്ല ഈ മണി കിട്ടി തൂക്കിട്ടുണ്ടല്ലേ പശുവിൻ്റെ. പശുക്കളില്ല, പശുക്കളില്ലേ? നമുക്ക് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പശുക്കളെ പശുവിൻ്റെ അതിൻ്റെ ആ സൗണ്ട് കേൾക്കുന്നത്. അടുത്തതിനകത്ത് പിന്നെ ഇതില്ല, ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. നല്ല വെട്ടുണ്ട്. ചെറുതാണ് ചെറുതാക്കണം. അതായത് അത് ചെയ്തത് ചെറുതാക്കിയിട്ട് വെട്ടം കൂടെ കൊടുക്കണം. ലൈറ്റിന് അടുത്തില്ല, ലൈറ്റിൻ്റെ തന്നെ ഏറ്റവും കൂടുതലിട്ട ബാറ്ററി എളുപ്പം ഡിസ്ചാർജ് ആണ്. എടുത്തില്ല. പശുക്കളാ ഇഷ്ടംപോലെ പുല്ല്, നല്ല ഉരുളുണ്ട്. ഇനിയും പോയി, ഇനിയും അങ്ങ് ടോപ്പ് വരെ പോയി. ഇതിപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തേതല്ലേ ആയുള്ളൂ. നമ്മൾ ചിലത് ഒന്നാമത്തേനകത്തല്ല, ഇനി ഒന്നും കൂടെ ഉണ്ടെന്ന് പോലെ നമ്മുടെ കൂട്ടുകൂട്ടി കയറി വൃത്തിയില്ല. അതിനും ടോപ്പിൽ പോകുന്നുണ്ട്. അവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം നമ്മൾ പോകണമെങ്കിൽ. ഇത് നോർമലി ആൾക്കാർ പോകുന്നവരെ നമ്മൾ പോകണേ. ഇത് തന്നെ അധികം ഇത്രയും മറയ്ക്കാത്തതൊക്കെ ഉണ്ടാക്കിയവരല്ലേ. ഫസ്റ്റത്തെ കേബിൾ കാർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ലോകത്തിലെ ആദ്യത്തെ ഇവിടെയാ. ഇപ്പം പണ്ട് ഇതല്ല, വേറെ സിസ്റ്റം ആയിരുന്നു. പിന്നെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വരും. ഇപ്പം ഇതെല്ലാം ഇലക്ട്രിക്കും കൺട്രോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. അതിൻ്റെ കേബിളിൻ്റെ ആ കേബിളൊക്കെ നോക്കിയാണ്. എല്ലാ രാജ്യത്തിൻ്റെയും കൊടിയുണ്ട് കേട്ടോ, നോക്കിയാണ്. എല്ലാ രാജ്യത്തിൻ്റെയും കൊടി ഈ ഇറങ്ങി വരുന്നില്ലേ. നമ്മുടെ ഇന്ത്യയുടെ കൊടിയുണ്ട്, കുറേശ്ശേ ഓരോ രാജ്യത്തിനും കൊടിയുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട് അവര്. വെള്ളം ഒഴിച്ചു വരുന്നത് പേടി. പ്രോപ്പർ ഇതാ പാറയാ, അതുകൊണ്ട് അങ്ങനെ നിന്നോട് മല ഇതിലേക്കൂടെ ചെറിയ വഴി സ്റ്റെപ്പ് കൊണ്ടുകൊണ്ട് ആൾക്കാർ ക്ലൈംബ് ചെയ്യും, നടക്കുന്നവരുണ്ട്. ഇത് ചെയ്തില്ലേ ക്ലൈംബ് ചെയ്യുന്ന ശ്രീലങ്കയുടെ കൂടി പോകുന്നത്. ശ്രീലങ്ക പോയി
ഹിന്ദി ആണോ ഇറങ്ങി വരുന്നത്? അതെ അല്ലേ? അതെ അല്ലേ? പിക്ചർ എടുത്തത് അശോകചക്രം വീഡിയോയിപ്പോയി എടുത്തു കുറേ എടുക്കാൻ പോലെ ഒത്തിരി താപ്പോട്ട് വെച്ചു ബാക്കിയില്ല. രണ്ടിലുള്ളല്ലേ? വരും ഇനി വരും എഴുതിയിട്ടുണ്ടല്ലേ? എങ്ങനെ റൊട്ടേഷൻ അല്ലേ? നമുക്ക് കിട്ടുമോ? പിന്നെ നമ്മുടെ സ്റ്റാൻഡെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുന്നത് ഹൈറ്റിലോട്ട് പോകുമ്പോൾ അവിടെ ഫ്ലൈറ്റിൻ്റെ കൂട്ടുണ്ട് നമ്മുടെ ചെവിയിൽ അവിടെ ഭയങ്കര ഉയരത്തിലേക്കല്ലേ പോകുന്നത്. ആർക്ക് ടെൻഷനാണ് ഓരോ ആൾക്കാരെ കൊണ്ടുപോയി തിരിച്ച് മറ്റുള്ള അടുത്ത് ഇപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനിടയിൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ആൾക്കാർ ബുദ്ധിമുട്ട് അവിടെ വരുമ്പോൾ സ്മരിയാണ് അമേരിക്കയല്ല അമേരിക്കയല്ല ആൾക്കാരെങ്ങനെ വെച്ചാൽ ഓരോരുത്തർക്കും ഇറങ്ങിയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. അത് കുറേ നടന്നു പോകും, കുറേ ആക്ടിവിറ്റീസുണ്ട് നടന്നു പോകാനുള്ള. ഇവിടെ വേറെ വഴിയില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് മലയിൽ പോകാനായിട്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവർ റോപ്പ് വഴി സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം വേൾഡിലെ ബിഗസ്റ്റ് റോപ്പ് വേ ആണ്. വേൾഡിലെ ഏറ്റവും വലിയ ഏറ്റവും വലുത് ഇത് വളരെ വലുതാണ്. ഇത്ര വലുതോട്ട് കൊണ്ട് വേറെ രാജ്യങ്ങൾ വേറെ വരുന്നില്ല. സ്വിറ്റ്സർലാൻഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലേക്കൊക്കെ ആയിട്ട് പ്ലെയിന് ഇവിടെ പിള്ളേരൊക്കെ ആയിട്ട് വന്ന് എല്ലായിടത്തും ഉണ്ട് ഹോട്ടൽസും ഇതൊക്കെ. അവിടെ വന്ന് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ കളറുണ്ട്. ഇവിടുത്തെ കളർ അങ്ങനെയാണ് എല്ലാം. പച്ചയല്ല ബ്ലൂ അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഇവിടുത്തെ വെള്ളമെല്ലാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിൽ ഇതുപോലെ തന്നെയാണ്. സെയിം വെതറും ഇത് കാലാവസ്ഥയും. ഐസ് ഒരിക്കലും തീരുന്നില്ല ഇവിടെ, ബിക്കോസ് ഇതിങ്ങനെ ടോപ്പ് കിടക്കുന്നതല്ലേ, വീണ്ടും വീണ്ടും വരും. ഇത് ഐസ് വന്നുകൊണ്ടിരിക്കും എനി ടൈം, കാരണം ഭയങ്കര ടോപ്പിൽ കിടക്കുന്നത് നമ്മുടെ വ്യതിയാനം സംഭവിക്കുന്ന സ്ഥലം. അയ്യോ ഇന്ത്യ വന്നു പിന്നെയും. അതേ വരെ എല്ലാ രാജ്യത്തിൻ്റെയും ഉണ്ടല്ലോ. ഇപ്പൊ ഷാരൂഖ് ഖാനൊക്കെ ഇവിടെ നിന്ന് എത്ര വട്ടം മേളിൽ പോയി കാണും. ആ ഷൂട്ടിങ്ങിന് ദിൽവാലെ എൻ്റെ പാട്ട് സീൻ മൊത്തം മേളിലാണ് ഷൂട്ട് ചെയ്തത്. മേളിലും ഇവിടെയൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരാണല്ലോ എൻ്റെ എല്ലാ പാസഞ്ചേഴ്സ് ഷാരൂഖ് ഖാനാണ്. ഇന്റർലേക്ക് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പോകുന്ന സ്ഥലമുണ്ട് ഇന്റർലേക്ക്. അവിടെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ അവർ വെറും ഒരു വില്ലേജാണ്.
അവിടെ നമ്മുടെ യാഷ് ചോപ്ര വന്ന് ഷൂട്ടിങ് തുടങ്ങിയപ്പോഴല്ല ആൾക്കാർ വന്ന് പിന്നെ കൂടി. അത് പിന്നെ യാഷ് ചോപ്ര വില്ലേജ് എന്നറിയപ്പെടുന്നത്. ഇനിയാണ് നമ്മൾ മറ്റന്നാൾ പോകുന്നത് അല്ലേ? ഇനി മേളിൽ ചെന്നിട്ട് കറങ്ങുന്നൊരു സാധനമുണ്ട്. അവിടെ ഇറങ്ങിയിട്ടാണ് അടുത്ത വലിയതിൽ കയറണം. അതിൻ്റെ അവിടെ കണ്ടു അരുവി പോലെ പറയുന്നത് അതാണ് അങ്ങോട്ട് പോകുന്നത്. എനിക്കത് ഇറങ്ങുമ്പോഴും ഒറ്റതിൽ കയറുമ്പോഴും വേണമെന്ന് തോന്നുന്നു. സൗദി അറേബ്യയുടെ പിടി സൗദി വെള്ളം ഐസാണ്. വെയിലെല്ലായിടത്തും അടിക്കത്തില്ലല്ലോ. മോസ്റ്റ്ലി ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ചെറിയ ഇത് വരുന്നത് ഈ വെയിൽ. നമ്മളിപ്പോൾ നല്ല സമയത്താണ് വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഡാർക്കായിട്ട് കിടക്കും. ഇവിടെ വളരെ ക്യുക്കാ. എളുപ്പം സ്നോയും എളുപ്പം തണുപ്പ് വരും. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഓയിലത്തിലല്ലേ വന്ന് നിൽക്കുന്നത്. പിന്നെ ആ പ്രകൃതിയുടെ ഇതുണ്ട്. ഇവര് സമ്മർ സമയത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ബാക്കി നമ്മുടെ പടത്തിലെല്ലാം ബാക്കി കാശ്മീരി മിക്സ് ചെയ്യുന്നു. പക്ഷെ നമുക്കറിയത്തില്ല, നമുക്ക് ഇവിടെ ആണെന്നേ തോന്നുള്ളൂ. ഐറിഷ് ഐറിഷിൻ്റെ ടൂറിസത്തിന് എന്ത് പൈസയാവെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അല്ലേ? പിന്നെ ജനം അപ്പോൾ അല്ല, അത് വേറെയാണോ? അതൊക്കെ കറങ്ങുന്നതാണോ? റൊട്ടേഷനാണോ? അല്ല, അത് വലിയ ഒരെണ്ണോ? എല്ലാം റോപ്പ് വേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. കൊടിയാണോ പറക്കണേ? അല്ല, അത് ഇതല്ലേ? അത് ഇതിൻ്റെ ആ സൈഡ് വേറൊന്നും മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ മറ്റേ സൈഡിൽ നിന്ന് പറഞ്ഞോണ്ട് നമ്മൾ കയറിയിരിക്കുന്നത് അതിൻ്റെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ ആള്? ആദർശ് പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്ന് വെച്ചാൽ കവറില്ല. നമ്മൾ ഈ കസേര ഇരിക്കുന്നോണ്ടിരിക്കും. അത് ചുമ്മാ കയറി ഇരുന്നിട്ട് അതിങ്ങനെ കൂടെ ഷെയ്ക്ക് ചെയ്യുന്നു. അല്ല ഇതല്ല, അതുകൂടി ഇല്ല, കണ്ടില്ല. ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് വലിയൊരു വേൾഡിലേക്കും ബിഗസ്റ്റ് റോപ്പ് വേ. നമ്മളവിടെ പോയപ്പോഴും 5 മിനിറ്റ് കാണാമായിരിക്കും.
നമ്മുടെ ആളെ